എൻ്റെ പേര് സ്വപ്ന, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബിജു, മകളുടെ പേര് ആൻവി മരിയ. എൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി നെല്ലിക്കാലയിൽ നിന്നാണ്. 15 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആദ്യം 3 വർഷത്തിന് ശേഷം ട്രീറ്റ്മെൻറ്റിന് പോയി. അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു സിസ്റ്റ് ഉണ്ട്, അത് കളഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ വീണ്ടും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. അതിനുശേഷം വീണ്ടും പല ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. മറ്റുള്ളവരുടെ കളിയാക്കലുകളും എല്ലാം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ 2018 ശേഷം ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റിനും പോയില്ല. ഞങ്ങളുടെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലി മുഖേന ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് അവർ പറയുകയും ചെയ്തു. 2020 ജനുവരി 25 ഞങ്ങൾ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ 5 നിയോഗങ്ങൾ വെച്ചു. അതിലെ ഒരു നിയോഗം എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നായിരുന്നു. അത് മാതാവ് 2021 ആഗസ്റ്റ് മാസം ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 22 ഏപ്രിൽ 1 ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. മാതാവിന് 1000 നന്ദി. ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന കാരുണ്യ പ്രവർത്തികൾ പലതും ചെയ്തു. പ്രഗ്നൻ്റ് ആയതിനു ശേഷവും അവർ കുഞ്ഞിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു, മാതാവേ, നീ തന്ന കുഞ്ഞാണ്, അതിനെന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ അതിനെ സ്വീകരിക്കും, എന്ത് അംഗവൈകല്യം ഉണ്ടായാലും ഞാൻ സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ വീണ്ടും അതിൻ്റെ ടെസ്റ്റിന് അയച്ചു. ടെസ്റ്റിന് ശേഷവും യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ 2022 ഏപ്രിൽ 1 ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ഒരു കുഞ്ഞിനെ തന്നു. ഈ ഏപ്രിൽ 1 അവൾക്ക് 2 വയസ്സായി. അവൾ ഓടി നടക്കും, പറയാവുന്ന സംസാരിക്കും. വേറെ യാതൊരു പ്രശ്നവുമില്ലാതെ മാതാവ് തന്ന് ഞങ്ങൾക്ക് തന്ന കുഞ്ഞിനെ ഇനി മുമ്പോട്ട് ഞങ്ങളുടെ മാതാവ് തന്നെ അവളെ കാത്തു രക്ഷിക്കും, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. സാറ എന്ന ഒരു യുവതിയുടെ പ്രാർത്ഥനയാണിത്. താൻ വിവാഹിതയാകുന്ന അതേ രാത്രി തന്നെ വിവാഹം ചെയ്യുന്ന ഓരോ ഭർത്താക്കന്മാരും മരിച്ചു പോകുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ആ മകള് ഒത്തിരിയേറെ ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ആ മകളെ കളിയാക്കുന്നു. ഇത് ബൈബിളിൽ നാം വായിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ദമ്പതികൾ, അവർക്ക് കുഞ്ഞില്ല, അവർ ഹോസ്പിറ്റലുകൾ മാറി മാറി പോകുന്നു, ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നു. സിസ്റ്റ് ഉണ്ട്, ആ സിസ്റ്റ് മാറുന്നതിന് വേണ്ടി മരുന്ന് കഴിച്ചു. സിസ്റ്റ് മാറിക്കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറയുന്നു. എന്നാൽ അവിടെയൊന്നും ഇവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല, പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കാണുന്നില്ല എന്നാണ് നാം കേട്ടത്. പിന്നീടാണ് ഉടമ്പടി എടുക്കുകയും പിന്നീട് അതിനുശേഷം ഇവർക്ക് കുഞ്ഞിനെ ലഭിക്കുന്ന സാക്ഷ്യമാണ് നാം കേട്ടത്. പ്രഗ്നൻസിയിലും കുഞ്ഞിന് ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. എന്നാൽ അവിടെയെല്ലാം ഉറച്ച വിശ്വാസത്തോടെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ തന്ന കുഞ്ഞാണ്, അമ്മ തന്നെ നോക്കണം, ആ ഒരു ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർ, ഇവിടെ 15 വർഷമായ ഈ സാക്ഷ്യം നാം കേൾക്കുമ്പോൾ 20 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത സാക്ഷ്യവും ഈ അൾത്താരയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാം ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, വിശ്വസിക്കുക, ബോധ്യത്തോടെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് നയിക്കുക. അതാണ് അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ പറയുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.